ചെറുപുഴ ഗ്രാമപഞ്ചായത്തല്ല ജനകീയ ആംബുലൻസ് ഡ്രൈവറെ നിയമിക്കുന്നതെന്നും കൊലക്കേസ് പ്രതിയാണെന്ന് അറിഞ്ഞ ഉടൻ തന്നെ ഡ്രൈവറെ പിരിച്ചുവിട്ടതായും പഞ്ചായത്ത് ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആംബുലൻസിന്റെ കാര്യം തീരുമാനിക്കുന്നത് സബ് കമ്മിറ്റിയാണ്. അവരാണ് നിയമനം നടത്തുന്നതെന്നും ഭരണസമിതി പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ.ഡി. പ്രവീൺ, ലളിത ബാബു, ലീന വില്യംസ്, പഞ്ചായത്ത് അംഗങ്ങളായ ജോളി സണ്ണിപ്പതിയിൽ, അനീഷ് ആന്റണി, പി.ജെ. ജോസ്, ഷൈമ ജനു തച്ചുകുന്നേൽ, പ്രിൻസ് വെള്ളക്കട എന്നിവർ പങ്കെടുത്തു. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കൊറോണയുടെ കാലഘട്ടത്തിലാണ് ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഈ ജനകീയ ആംബുലൻസ് വാങ്ങിയത്. പുതിയ ഭരണസമിതി നിലയിൽ വന്നപ്പോൾ ഭരണസമിതിയിൽ നിന്ന് തന്നെ ഒരു സബ് കമ്മിറ്റിയെ നിയോഗിച്ചു ആംബുലൻസിൻ്റെ നടത്തിപ്പിനായിട്ട്. അപ്പോൾ 3 ഡ്രൈവർമാർ ഇപ്പോൾ മാറി മാറി അത് ജോലി ചെയ്തിട്ടുണ്ട്. കാരണം കമ്മീഷൻ വ്യവസ്ഥയിലാണ് ജോലിക്കെടുത്തിരുന്നത്. ഇപ്പോൾ വന്നയാൾ നമ്മൾക്ക് ഇന്നലെ മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് അത് മനസ്സിലാകുന്നത്. അപ്പോൾ അന്നേരം തന്നെ അദ്ദേഹത്തെ വിളിച്ച് താക്കോൽ വാങ്ങിച്ചു, വണ്ടിയുടെ കൊണ്ട് വെക്കാൻ പറഞ്ഞ് ഞങ്ങൾ ഇന്നലെ തന്നെ ജോലിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ അന്നത്തെ ഭരണസമിതി ശ്രീ രാജകുമാറിന്റെ നേതൃത്വത്തിൽ ജനങ്ങളുടെ ആവശ്യപ്രകാരം ഒരു ആംബുലൻസ് ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഒരു ആംബുലൻസ് മേടിച്ചിരുന്നു. കഴിഞ്ഞ 5 വർഷവും അന്നത്തെ കാലഘട്ടത്തിൽ ഒരു കമ്മിറ്റിനെ വെച്ചുകൊണ്ട് ആംബുലൻസിന്റെ പ്രവർത്തനം മുമ്പോട്ട് പോയിരുന്നു. അതിനുശേഷം പുതിയ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം അന്നത്തെ പ്രസിഡന്റ് അടക്കമുള്ളവർ നമ്മുടെ പഞ്ചായത്തിൽ വരികയും നമ്മുടെ ആംബുലൻസിന്റെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെ പറ്റി മുമ്പോട്ട് പോകുന്നതിനെ പറ്റി ഞങ്ങളൊരു പ്രാഥമിക ചർച്ച നടത്തുകയും ചെയ്തു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത് പഞ്ചായത്തിന്റെ നിയമനത്തിൽ വരുന്നതല്ല, ഒരു പഞ്ചായത്തിന് പുറത്ത് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടാണ് ഇതിന്റെ ഈ ആംബുലൻസിന്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത്. അപ്പം രാജ്യമാരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ ഒരു സബ് കമ്മിറ്റിനെ നിയോഗിച്ചു. 4 അംഗ ഒരു സബ് കമ്മിറ്റിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ആംബുലൻസിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അന്ന് തുടക്കത്തിൽ 1-2 ഡ്രൈവർമാർ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ വരികയും, പക്ഷെ അവർക്കും ഇത് മുതലാകുന്നില്ല. പഞ്ചായത്ത് ഈ സബ് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് മുമ്പോട്ട് പോകാൻ അതിന്റെ വരുമാനം ലഭിച്ചിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സബ് കമ്മിറ്റി ഒരു കമ്മീഷൻ വ്യവസ്ഥയിൽ ആളെ അന്വേഷിക്കുകയും ഈ കമ്മീഷൻ വ്യവസ്ഥയിൽ ഏറ്റെടുക്കാൻ വേണ്ടി ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ ഈ വന്ന വാർത്ത ഒരു ജോണി ജോസ് എന്ന് പറയുന്ന വ്യക്തി കമ്മീഷൻ വ്യവസ്ഥയിൽ അതിൽ 30% വ്യവസ്ഥയിൽ ഇത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിൽ വരികയും, അങ്ങനെ കമ്മീഷൻ വ്യവസ്ഥയിൽ വന്ന ആളെ നമ്മൾ കുറേ പേരെ അന്വേഷിച്ചിരുന്നു. അതിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ ഒരാളാണ് മുമ്പോട്ട് വന്ന് അദ്ദേഹത്തിനെ ഇതിന്റെ വർക്ക് ഏൽപ്പിക്കുകയും ഏകദേശം ഒരു 2 ആഴ്ചക്കാലത്തിനടുത്ത് അദ്ദേഹം ഇതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങളിൽ അദ്ദേഹം ഒരു വലിയ പ്രമാദമായ കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞത്. അങ്ങനെ അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹത്തിനോട് ഈ സബ് കമ്മിറ്റി വണ്ടി ഇവിടെ കൊണ്ടുവെക്കാനും അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് തിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ദൃശ്യ നവമാധ്യമങ്ങളിലൊക്കെ ഇത് വാർത്ത വലിയ രീതിയിൽ വന്നുകൊണ്ടാണ് ഇപ്പം പത്രസമ്മേളനം വിളിക്കുന്നത്. ഇത് പഞ്ചായത്ത് ഭരണസമിതിക്ക് നേരിട്ടുള്ള നിയമനമല്ലത്. ഇത് ഭരണസമിതിക്ക് പുറത്ത് ജനകീയ ആവശ്യത്തിന് വേണ്ടി മറ്റൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടാണ് ആളെ നിയമിക്കുകയും അതിന്റെ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുന്നത്. പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇതിൽ ഒരു ഭരണസമിതി തീരുമാനം എടുക്കണം. പഞ്ചായത്തിനോ ഇത്തരം ഡ്രൈവറെ നിയമിക്കാനോ പഞ്ചായത്തിന്റെ ആസ്തിയിൽ വരുന്ന ഒരു ആംബുലൻസും അല്ല ഇത്. ഇത് പണ്ടത്തെ തുടർന്ന് വന്ന ഒരു സബ് കമ്മിറ്റിയുടെ പ്രവർത്തനം അതേപോലെ തന്നെ മുമ്പോട്ട് പോയിരുന്നതാണ്. ഇതിനെപ്പറ്റി പറയാനുള്ളത്, പഞ്ചായത്ത് ഭരണസമിതിക്ക് ഈ ഒരു നേരിട്ട് നടത്തിയ നിയമനമല്ല, സബ് കമ്മിറ്റി നടത്തിയ നിയമനം. അത് അദ്ദേഹം ഒരു പ്രതിയാണ്, ഒരു കേസിൽ പ്രമാദമായ കേസ് പ്രതിയാണെന്ന് അറിഞ്ഞ പാടന്നെ അദ്ദേഹത്തെ ഈ തിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് വ്യക്തമായൊരു മാനദണ്ഡം ഇല്ല. കാരണം പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്ന പഞ്ചായത്ത് ചെയ്യുന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമാണിത്. ഇത് അന്നത്തെ കാലഘട്ടത്തിൽ, കൊറോണയുടെ കാലഘട്ടത്തിൽ ആ സാഹചര്യം മൂലം ഇന്നത്തെ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആംബുലൻസ് മേടിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്തത്. അപ്പൊ അതിനുശേഷം ഈ ആംബുലൻസ് ഈ മേഖലയിൽ പരിചയമുള്ള ആൾക്കാർ, ഒരു സഹായ മനസ്കരായിട്ടുള്ള ആൾക്കാർ മുമ്പോട്ട് വന്നാൽ ഇതിന്റെ ഈ ആംബുലൻസ് സേവനം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇത് പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും പഞ്ചായത്തിന്റെ കണ്ടു ഫണ്ടിൽ നിന്നും
ശമ്പളം കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് തീർത്തും സ്വകാര്യമായിട്ടുള്ള മറ്റൊരു സംവിധാനത്തിലൂടെ മുമ്പോട്ട് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ആൾക്കാർ ഡ്രൈവർമാരാണെങ്കിലും അത്തരം ഒരു സമീപനമായിട്ട് മുമ്പോട്ട് വന്നാലേ ഇത് മുമ്പോട്ട് പോവുകയുള്ളൂ. ഏറ്റവും ഒടുവിലായിട്ട് പിന്നെ കമ്മീഷൻ വ്യവസ്ഥയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി നമ്മൾ കുറേ പേരെ അന്വേഷിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ജോബിൻ ജോസ് എന്ന ആൾ വരികയും അദ്ദേഹം പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഈ അമൃത്സറിന്റെ സബ് കമ്മിറ്റിയിൽ മുതിർന്ന ശ്രീ മാനുവൽ മാപ്പലപ്പറമ്പിൽ, അതുപോലെ പ്രിൻസ് വെള്ളക്കട, അനീഷ് ആന്റണി, ജോസ് പീറ്റർ, ഇവർ 4 പേര് കൂടിയിട്ട് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ കൂടിയിട്ടുള്ള ഒരു സബ് കമ്മിറ്റിയാണ്. പഞ്ചായത്ത് ഇത്തരം പഞ്ചായത്ത് ഭരണസമിതി ചർച്ച ചെയ്ത് പഞ്ചായത്ത് ഭരണസമിതി തന്നെയാണ് ഈ പുറത്തുള്ള ഒരു സംവിധാനം നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ഒരു സബ് കമ്മിറ്റിയുടെ ചുമതല. ഈ ആംബുലൻസിന്റെ പിന്നെ പ്രയോജനം ജനങ്ങൾ കിട്ടാത്തൊരു സാഹചര്യം കിടക്കാനുണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഭരണസമിതി ചർച്ചയ്ക്ക് വന്നപ്പോഴാണ് ഇത് എങ്ങനെ പിന്നെ പുനഃപ്രവർത്തനം നടത്താൻ പറ്റും. അപ്പോൾ പിന്നെ പഞ്ചായത്ത് നല്ല ആലോചന നടത്തി എന്ന തീരുമാനമാണ്. പിന്നെ പഞ്ചായത്ത് പ്രസിദ്ധോ വൈദ്യുതോ കാര്യങ്ങളിലുള്ള പ്രയാസമുള്ളതുകൊണ്ട് ഈ സബ് കമ്മിറ്റിനെ രൂപീകരിക്കുകയും ആ സബ് കമ്മിറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അപ്പോൾ ഡ്രൈവർമാരെ അവൈലബിളായ ഡ്രൈവർമാരെ പിന്നെ അവരിലേക്ക് അവരുടേതായ മേൽനോട്ടത്തിൽ ഒരു പൈസ പോലും പിന്നെ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നില്ല. എണ്ണ അടിക്കാൻ ഉൾപ്പെടെ ഒരു പൈസ ചെലവഴിക്കാൻ സാധിക്കില്ല. പിന്നെ ഇതൊരു ജനകീയ കമ്മിറ്റികളാണ്. തീർത്തും അതിന് അന്നും ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ പ്രസിഡന്റ് ഒഴിവാക്കി ചേർന്നാണ് ഈ പിന്നെ ഇതിലാണ് നിലവിൽ വന്നത്. ഇത്തരം ഈ ഡ്രൈവർ ഈ ടൗണിൽ നന്നായി വണ്ടിയൊക്കെ ഓടിക്കുന്ന ഡ്രൈവറായിരുന്നു എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത്തരം ഒരു വലിയ പ്രമാദമായ കേസിൽ ഇന്ത്യ പ്രതിയാണ് എന്ന ഈ മാധ്യമങ്ങളും ബാക്കി പിന്നെ പൊതുജനങ്ങളും ചില ആളുകളുടെ ഇടയിൽ നിന്ന് വന്നപ്പോഴാണ് അറിഞ്ഞത്. ആ നടപടി പിന്നെ പഞ്ചായത്ത് ഭരണസമിതി തീർത്തും പുനഃപരിശോധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഒഴിവാക്കി. ഇനിയിപ്പോ ഇത് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നത് ഭരണസമിതി ആലോചിച്ച് തീരുമാനിച്ചു. 2021 കോവിഡാലത്താണ് ഇങ്ങനെ ആശയം വന്നത്. ഒരു പഞ്ചായത്തിലെ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടൊരു തീർത്തും പൊതുജനങ്ങളുടെ സഹകരണത്തോടുകൂടി ഒരു ആംബുലൻസ് വാങ്ങുകയും അത് തടസ്സമായി ഇവിടെ ആ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഈ പിന്നീട് അങ്ങോട്ട് ആംബുലൻസിന്റെ പ്രവർത്തനം കുറച്ച് ബാധ്യത വരികയുണ്ടായി. അത് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ വ്യക്തിപരമായി അദ്ദേഹം കൈകാര്യം ചെയ്ത് പോകുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ് ഈ ആംബുലൻസിന് കുറച്ച് ബാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലായിക്കൊണ്ട് ഭരണസമിതിയിൽ ചർച്ച ചെയ്യുകയും അതിന്റെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് ഒരു സബ് കമ്മിറ്റി 4 അംഗങ്ങൾ ഉൾപ്പെടെ സബ് കമ്മിറ്റി തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആംബുലൻസിന്റെ പ്രവർത്തനം നിലവിൽ 1-2 ഡ്രൈവർമാരെ ഏൽപ്പിച്ചിരുന്നു. ഇതത് ഫലപ്രദമായി അവിടെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നില്ല. ഇനിയും ബാധ്യതകൾ വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കമ്മിറ്റി കൂടുകയും ഈ കമ്മീഷൻ വ്യവസ്ഥയിൽ അതായത് 30% എന്ന നിലയിൽ കൂടുന്ന തുകയുടെ 30% കൈകോട്ട് കൊടുക്കുകയും ബാക്കി വണ്ടിയുടെ എണ്ണയടിക്കാനും മെയിൻ്റനൻസും നടത്തിയാൽ പോലും നഷ്ടമില്ലാത്ത നിലയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡ്രൈവറെ സാഹചര്യം വാഹനം ഓടിക്കുന്ന ഒരാളെന്ന നിലയിലാണെന്ന് അദ്ദേഹത്തെ നിശ്ചയിച്ചത്. ഏതായാലും അതിന്റെ സപ്പോർട്ടിംഗ് എന്ന നിലയിൽ ഈ കാര്യത്തിൽ ഞങ്ങളുടെ മുന്നിലേക്ക് ഈ വിഷയം വന്നിരുന്നില്ല. ഇങ്ങനെ ഒരു കേസ് പ്രതിയാണെന്നുള്ള തീർച്ചയായിട്ടും ഇന്ന് ഞാൻ രാവിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിളിക്കുമ്പോഴാണ് അറിയുന്നത്. പിന്നെ പെട്ടെന്ന് റിപ്പോർട്ടിലാണ് കാണാൻ. തീർച്ചയായിട്ടും കുറ്റാരോപിതനായ ഒരു വ്യക്തിയെ തീർത്തും പഞ്ചായത്തിന്റെ ഒരു സ്ഥാനത്തിൽ അതിലൊന്ന് ജോലി ചെയ്യാൻ വേണ്ടി പാടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പറഞ്ഞ സമയം തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ വേണ്ടി പഞ്ചായത്ത് വലിയ തീരുമാനമെടുത്തിട്ടുണ്ട്. അതാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ ആംബുലൻസിന്റെ പ്രവർത്തനം നമുക്ക് നാലായി കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം. ഇത്തരം പ്രകടനങ്ങളൊക്കെ അത് ജനങ്ങൾക്ക് ഗുണകരമാകില്ല. അതുകൊണ്ട് തന്നെ നല്ല നിലയിൽ ഈ പ്രവർത്തനമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പ്രകടനമായിട്ട് നമുക്ക് അവരെ ഇതിനായിട്ട് നമുക്ക് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തനം നന്നായി കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം എന്നുകൂടിയാണ് പറയാം. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ